മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PM സലാമാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രചരണം അവസാന ലാബിലേക്ക് കിടക്കുമ്പോൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നല്ല പ്രതീക്ഷയാണ്. തുടക്കത്തിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ വിജയപ്രതീക്ഷയും ഭൂരിപക്ഷത്തിലെ വർധനവും ഞങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. നല്ല ആവേശത്തിൽ UDFന്റെ പ്രവർത്തകർ സജീവമായി രംഗത്തുണ്ട്. അത് വോട്ടായി മാറും എന്നത് ഉറപ്പാണ്. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ എത്രമാത്രം ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത്? അല്ല, മറ്റെല്ലാവരുടെയും വോട്ട് പോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ വോട്ടിനും പ്രാധാന്യമുണ്ടല്ലോ. വെൽഫെയർ പാർട്ടി നേരത്തെയും UDFന്റെ കൂടെ വോട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDFനായിരുന്നു വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ. കേരളത്തിന് പുറത്ത് ഇന്ത്യ രാജ്യത്താകമാനം അവരുള്ള സ്ഥലത്തൊക്കെ ഇന്ത്യ മുന്നണിക്കാണ് അവർ പിന്തുണ കൊടുത്തത്. അതിനൊരു പ്രത്യേക കാരണം പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായ നയത്തിന്റെ, ആശയത്തിന്റെ, ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ രാജ്യത്തിലെ മതേതര സംവിധാനവും ജനാധിപത്യവും സംരക്ഷിക്കാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് സാധിക്കൂ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇന്ത്യ മുന്നണിയെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും. BJP അധികാരത്തിൽ നിന്ന് മാറ്റേണ്ടതുണ്ട് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്താകമാനം ഇന്ത്യ മുന്നണിക്ക് വെൽഫെയർ പാർട്ടി വോട്ട് ചെയ്തത്. കേരളത്തിൽ കുറച്ചു കാലമായി അവർ UDFന്റെ കൂടെയാണ്. നേരത്തെ പതിറ്റാണ്ടുകൾ അവർ LDFന്റെ കൂടെയായിരുന്നു. ഇടതുപക്ഷം വെൽഫെയർ പാർട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യം ചെയ്തിരുന്നു. കോഴിക്കോട്ടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ സ്ഥിരമായി പാർട്ടി സെക്രട്ടറിമാരായിരുന്ന ശ്രീ പിണറായി വിജയനും ശ്രീ കോടിയേരി ബാലകൃഷ്ണനൊക്കെ ഓഫീസിൽ പോകാറുണ്ടായിരുന്നു, സംസാരിക്കാറുണ്ടായിരുന്നു. ഒരുമിച്ച് വേദി പങ്കിട്ടിട്ടുണ്ട്, പിന്തുണ നൽകിയിട്ടുണ്ട്. ഇവരുടെ തെറ്റായ നിലപാടുകൾ മനസ്സിലാക്കി അവരിപ്പോൾ നയം മാറ്റി, അത്രയേ ഉള്ളൂ. ഇതില് മുസ്ലിം ലീഗിന്റെ മാസ്റ്റർ ബ്രെയിൻ ജമാഅത്ത് ഇസ്ലാമിയാണെന്നാണ് CPM പറയുന്നത്. അത് താൽക്കാലികമായി ഇവിടെ ജനകീയ പ്രശ്നങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ അതിന് മറുപടി പറയാനില്ലാത്തത് കൊണ്ടും 10 കൊല്ലത്തെ ഭരണത്തിനിടയിൽ ജനങ്ങൾക്കുണ്ടാക്കി കൊടുത്ത നേട്ടങ്ങളെക്കുറിച്ചോ വികസനങ്ങളെക്കുറിച്ചോ ഈ നിലമ്പൂർ മണ്ഡലത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചോ പറയാൻ കഴിയാത്തതുകൊണ്ട് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ഇതൊന്നും സ്വീകരിക്കില്ല. എല്ലാ കാലവും ലീഗിനൊപ്പം നിൽക്കുന്ന സുന്നി സമുദായ സംഘടനകൾ പക്ഷേ ഈ വിഷയത്തിൽ ജമാഅത്ത് ഇസ്ലാമി പിന്തുണയ്ക്കുമ്പോൾ നിലപാട് മാറ്റും എന്ന തരത്തിലാണ് പ്രതികരിക്കുന്നത്. അത്തരത്തിൽ ഈ ലീഗിനെ പിന്തുണയ്ക്കുന്നവരുടെ വോട്ട് ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കാരണം കിട്ടാതിരിക്കുമോ? അങ്ങനെയൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ സാങ്കല്പികമായ ചോദ്യങ്ങളും സംശയങ്ങളുമാണ്. ജമാഅത്ത് വെൽഫെയർ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവര് നിരുപാധികമായി UDFന്റെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി കണക്കിലെടുത്ത് UDFനെ വിജയിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതിലത്രയേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം വേറെ ആരുടെയെങ്കിലും വോട്ടുകൾ നഷ്ടപ്പെടും എന്നുള്ള ചോദ്യമൊക്കെ അസ്ഥാനത്താണ്. സുന്നി സംഘടന വ്യക്തമായി കഴിഞ്ഞു ജമാഅത്ത് ഇസ്ലാമി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത്. അത് രാഷ്ട്രീയമായിട്ടും നിലപാടാണെന്നാണ് അവർ പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്ക് അവർ വോട്ട് ചെയ്യണമെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. അത് വെൽഫെയർ പാർട്ടിക്കല്ലല്ലോ വോട്ട് ചെയ്യുന്നത്. പിന്തുണയ്ക്കുന്ന UDF സ്ഥാനാർത്ഥി ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് അവർ ആരും വോട്ട് ചെയ്യുന്നില്ല. വെൽഫെയർ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് അവർ പറയുന്നില്ല. അവർക്ക് നല്ലതെന്ന് തോന്നിയ സംവിധാനത്തിന് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവർക്ക് അലോസരം ഉണ്ടാകേണ്ടെന്ന് ഒരു കാര്യമില്ല. എന്തായാലും UDFനെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. ഒരു പ്രശ്നമില്ല. എങ്ങനെയൊക്കെ കുത്തിമറിഞ്ഞാലും നിലമ്പൂർ UDFനുള്ളതാണ്, അതുണ്ടാവുകയും ചെയ്യും. നിലപാട് വ്യക്തമാണ്. ഈ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് പറഞ്ഞത് UDFന്റെ വിജയം ഇവിടെ ആര് എന്ത് ഭീഷണി മുഴക്കിയാലും അത് ഉറപ്പായും നേടും എന്നുകൂടിയാണ്. വിനോദ് കുമാറിനൊപ്പം CB അനുമോദ്, News 18.